ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. കുറേ കാലമായി നമ്മൾ ലോങ് വീഡിയോ എടുത്തിട്ട് ഒരു കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ലോങ് വീഡിയോ ഇടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇട്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഡെയിലി വ്ളോഗ് തന്നെ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്തതാണ്. ഞാൻ ഈ ഒരു ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യണത് മാമാഅർത്തിൻ്റെ. പിന്നെ നമ്മൾ നേരെ കിച്ചണിക്ക് വന്നു. നല്ല പുട്ടും അതുപോലെ തന്നെ കടൽക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ സിങ്കിൽ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു ലോങ് വീഡിയോ ആകുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ക്യാമറ എവിടെ സെറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ക്യാമറ എടുക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും എടുത്തുണ്ടാകുമ്പോഴും ഒന്നും നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലാഗായത് ഈ ഒരു വീഡിയോ ഇടാൻ. ഇത് ഞാൻ 2-3 ദിവസം മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഒന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. അങ്ങനെ നമ്മൾ പാത്രമൊക്കെ മോറി വെച്ചതിന് ശേഷം അത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അവിടെയൊക്കെ ഒന്ന് വെള്ളമായതൊക്കെ ഒന്ന് തുടക്കുകയാണ്. പിന്നെ ഇതാ തിരുമ്മാൻ വേണ്ടിയിട്ട് 2 ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്മാൻ വേണ്ടിയിട്ട് ഇട്ടു. പിന്നെ നമ്മൾ അടിച്ചു വരാൻ തുടക്കുക ആ ഒരു പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ആരും നമ്മൾ ഇങ്ങനെ വരരുതെന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷെ താത്താൻ്റെ കുട്ടി ആ ടൈമിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ ആ ഒരു ടൈമിൽ പിന്നെ ഞാൻ വിചാരിച്ചു തുടക്കുന്നത് ഈ ഒരു ഓഫീസ് റൂമിൽ വെച്ചിട്ട് തന്നെ തുടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഡൈനിങ് ഹാളിൽ വെച്ച് തുടക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ ആരെങ്കിലും ഒരാൾ പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഓഫീസ് റൂമിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ തുടക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അടിച്ചു വരാൻ തുടക്കുക ആ ഒരു പരിപാടി കഴിച്ചു കേട്ടോ. എല്ലായിടത്തും ക്യാമറ വെച്ചിട്ട് തുടക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അടിച്ചു വരുന്ന വീഡിയോ എടുക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷേ ക്യാമറയിൽ അതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ക്ലാസ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് മന്ത് ആട്ടോ നമുക്ക് എക്സാം വരുന്നത്. പക്ഷെ എന്നാലും ഒരു കൂസലില്ലാതാണ് കേട്ടോ നമ്മൾ എടുക്കണത്. പിന്നെ നമ്മൾ ഈ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഈ ചോറ് ഊറ്റിക്കാണിതാ ചെമ്പട്ടിക്ക് ഇടുന്ന ഈ ഒരു പരിപാടിയാണ്. അപ്പോൾ അതും കൂടി ഞാൻ എടുക്കാറുണ്ട്. പൊതുവേ ക്ലാസ് ഇല്ലാത്തപ്പോഴാണ് ഈ പരിപാടികളൊക്കെ ഉണ്ടാവാറ്. ക്ലാസ് ഉള്ള ടൈമിലാണ് നമ്മൾ അടിച്ചു വരാൻ തുടക്കുക കഴിഞ്ഞൊക്കെ നമ്മൾ വേഗം കുളിച്ച് മാറ്റി പോകാറട്ടോ പതിവ്. അങ്ങനെ ഇതാ അടിച്ചു വരാൻ തുടക്കം എല്ലാം കഴിഞ്ഞപ്പോൾ ഈ പരിപാടിയും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ഈ ഒരു ഷാമ്പു ആണ് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബോഡി വാഷ് കേട്ടോ, ഈ എൻചാൻഡറിൻ്റെ ബോഡി വാഷ്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞ് അങ്ങനെ കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നല്ല മാങ്ങ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു. പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഷോർട്ടാക്കി ഇപ്പോൾ 6 മിനിറ്റിൻ്റെ വരെ എത്തിയിട്ടുണ്ട്. ഒരുപാട് കമൻസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. ഡെയിലി വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ഇട്ടോടെ, ലോങ് വീഡിയോ ഇട്ടോടെ. എനിക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് കേട്ടോ ഒരുപാട് ടൈം എടുക്കും ഞാൻ എഡിറ്റ് ചെയ്ത് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ ഒന്ന് കിടന്നുറങ്ങും കേട്ടോ. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് കിടന്നുറങ്ങുക പതിവാണ് ഈ ഒരു ടൈമിൽ. അങ്ങനെ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വീഡിയോ. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. എനിക്കും അമ്മക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കാറ്. പിന്നെ അനിയന് വേണമെങ്കിൽ അവൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ അവനക്കും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല സ്ട്രോങ് ടീ ഉണ്ടാക്കും ഞാൻ. ഈ ഒരു കണ്ണൻദേവൻ്റെ കട്ടൻ ചായ കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യാറ്. അതെല്ലാം കൂടി ഒരു കുപ്പിയിലാക്കിയിട്ടാണ് വെക്കാറ്. അപ്പോൾ അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മമാക്ക് പാൽ ചായ കേട്ടോ ഉണ്ടാക്കാറ്. ഞാൻ പാൽപ്പൊടി ഇട്ട ചായ ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെ 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി. അതിന് ശേഷം നമ്മൾ ഒരു പഴം നെയ്യിലിട്ട് വാട്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നെയ്യിലിട്ട് വാട്ടാൻ വേണ്ടിയിട്ട് പഴം വെച്ചിട്ടുണ്ടായിരുന്നു. ചായക്ക് ഒന്നും കടിയില്ലെങ്കിൽ ഇതുപോലെ ഞാൻ നെയ്യിലിട്ടിട്ട് പഴം വാട്ടാറ് കേട്ടോ. അതാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് ചായ കയ്യും ചെയ്യും. പഴം നന്നായിട്ട് കട്ടില്ലാതെ അരിയുന്നത് കേട്ടാവും നല്ലത്. പക്ഷെ ഈ ഒരു പഴം നല്ല പഴുത്തിട്ടില്ലായിരുന്നു. കുറച്ചൊക്കെ ഒരു പച്ച പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കേട്ടോ അരിയാനും കുറച്ചൊക്കെ ഒരു കട്ടി ഇല്ലാതെ അരിയാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ടൈപ്പ് തോക്കാണ് കേട്ടോ. നല്ല രസമായിട്ട് ഇങ്ങനെ കളിക്കാൻ. അത് വെച്ചിട്ടാണ് നമ്മൾ അടുപ്പ് കത്തിക്കാറ്. പിന്നെ ഇങ്ങനെ നമ്മൾ നെയ്യിലൊക്കെ ഇട്ടിട്ട് പഴം വാട്ടിയിട്ടുണ്ടായിരുന്നു. 2 ഡേ ആയിട്ട് നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് 2 ദിവസമായി. ഇത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിട്ട് അതിൻ്റെ കൂടെ ലോങ് വീഡിയോ ആക്കി ഇടാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. കാരണം ഈ ലോങ് വീഡിയോ എത്രത്തോളം ആൾക്കാർ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ലോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ വ്യൂസ് കുറവാട്ടോ നമ്മളെ ലോങ് വീഡിയോസിനൊക്കെ. പക്ഷേ ഷോർട്സ് വീഡിയോസിനൊക്കെ ഇങ്ങനെ വ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ ലോങ് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ വ്യൂസ് കുറവാണ്. ഒരു 230-40 വരെ പോകണുള്ളൂ.
അതെന്താണെന്ന് എനിക്കും അറിയില്ല. ഇനി എനിക്ക് തോന്നുന്നത് അത് 1K അടിക്കുന്നതിന് മുമ്പുള്ള വീഡിയോസ് ആയിരുന്നു, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ നെയിലിട്ടിട്ട് നല്ലോണം പഴം വാട്ടിയിട്ടുണ്ട്. നമ്മൾ രാത്രിയിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം എൻ്റെ ഫോൺ പറഞ്ഞാൽ ഐഫോണല്ല, പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ രാത്രി കുറവാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോയിൽ ഈ നൈറ്റിൻ്റെ ഒരു റൂട്ടീനും കാര്യങ്ങളൊന്നും എടുക്കാത്ത. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇടും, നൈറ്റ് വ്ലോഗൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അങ്ങനെ പഴമൊക്കെ വാട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാട്ടോ താത്താൻ്റെ കുട്ടി എനിക്കും കൂടി പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മൾ ഓനും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ചെറിയ ലോങ് വീഡിയോ ആണ്. എത്രത്തോളം ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. വളരെ ഈസ്റ്റിക്കായിട്ട് എടുക്കാനും എനിക്ക് നന്നായിട്ട് അറിയില്ല. പിന്നെ ഈ ഒരു ഫോം വെച്ചിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ 10K ഒക്കെ ആയാൽ ഒരു ഗീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് ഞാൻ റിവൈൻഡ് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.